എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസമായിട്ട് ഓർക്കുന്നു ചില കാര്യങ്ങളൊക്കെ പറയണം എന്നുള്ളത്. യൂട്യൂബിൽ വന്നിട്ട് ചില കാര്യങ്ങളൊക്കെ എനിക്ക് പറയണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ പറയുന്നതൊക്കെ എത്ര ആളുകൾക്ക് ഇഷ്ടപ്പെടും, എത്ര ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല എന്നൊന്നും ഞാൻ നോക്കുന്നില്ല. ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടാൽ മതി, ഇഷ്ടപ്പെടാത്തവർ ഇഷ്ടപ്പെടണ്ട, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ഇത് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഏത് യൂട്യൂബ് എന്നല്ല, യൂട്യൂബിൻ്റെ ആ ഒരു ഇത് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നത് ലൈവുകളാണ്. നേരത്തെ മെമ്പർഷിപ്പ് ലൈവായിരുന്നു കൂടുതലായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നേരത്തെ നമ്മൾ മെമ്പർഷിപ്പ് ലൈവിനെതിരെ കുറച്ച് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ മെമ്പർഷിപ്പ് ലൈവിന് വീണ്ടും നിലവാരം ഉണ്ടെന്ന് വേണം പറയാൻ. അതിനേക്കാളേറെ നിലവാരമില്ലാത്ത പല തരത്തിലുള്ള ലൈവുകളും ഇപ്പോൾ ഇങ്ങനെ കിടക്കുകയാണ് നോക്കുമ്പോൾ കാണുന്നത്. എന്നാൽ ചോദിക്കുക അതെന്താ അത്രയും തരം താഴ്ന്ന ലൈവെന്ന് വെച്ചാൽ വേറൊന്നുമല്ല. മെമ്പർഷിപ്പ് ലൈവെന്ന് വെച്ചാൽ കുറേ അക്കമാരൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് പണം ഉണ്ടാക്കുക, മറ്റുള്ളവരുടെ ലൈംഗിക ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്ത് പണം ഉണ്ടാക്കുക. അതാണത് അവർ ഈ ഒരു മെമ്പർഷിപ്പ് ലൈവ് വഴി ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ ദാരിദ്ര്യമുള്ള കുറേ നമ്മുടെ സഹോദരങ്ങൾ അതിൽ ചെന്ന് പെട്ടുകൊടുക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്ന ആ ഒരു കാര്യമെന്ന് വെച്ചാൽ പാതിരാത്രി 12 മണിക്കൊക്കെയാണ് ലൈവ് മെമ്പർഷിപ്പ് വരുന്നത്. അപ്പോൾ ആ ഒരു സംഭവം എന്ന് വെച്ചാൽ അതങ്ങനെ പോട്ടെ. പക്ഷേ ഇപ്പോൾ ഞാൻ പറയാൻ വന്നത് മെമ്പർഷിപ്പ് ലൈവിനെ പറ്റിയിട്ടല്ല. കാരണം ഈ മെമ്പർഷിപ്പ് അമ്മച്ചിമാരുടെ അടുത്ത് എത്ര പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. അവർ പഠിച്ചതേ പാടൂ. മേലനങ്ങാണ്ട് കാശുണ്ടാക്കി അവർ ശീലിച്ചു പോയി. അവർക്കൊക്കെ വല്ലാത്ത ഒരു തൊലിക്കെട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ അത് പറ്റുന്നത്. അപ്പോൾ അമ്മച്ചിയുടെ പാട്ടിന് വിട്ട് വെക്കുക. ഞാനും അമ്മച്ചിയൊക്കെ തന്നെയാണ്, എന്നാലും പറഞ്ഞു വന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയാനായിട്ട് വന്നതെന്ന് വെച്ചാൽ മറ്റൊരു കാര്യമാണ്. അത് എന്താണെന്ന് വെച്ചാൽ ഈ യൂട്യൂബ് ചാനലിൽ വന്നിരുന്നിട്ട് തെറി മാത്രം കണ്ടൻ്റാക്കി വെച്ചിരിക്കുന്ന കുറേയേറെ ആളുകളുണ്ട്. ആരുടെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല, കാരണം എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ആയിട്ട് പേരെടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. തെറി കണ്ടൻ്റാക്കി വച്ചിട്ട് വീഡിയോ ചെയ്യുക. വീഡിയോ അല്ല ശരിക്കും അവർ ഉദ്ദേശിക്കുന്നത്, ലൈവാണ്. ലൈവിൽ വന്നിട്ട് എന്ത് പുഴുത്ത തെറിയും വിളിച്ച് പറയും, ആര് വേണേലും പറയും. അവർക്ക് അങ്ങനെ ഇന്ന ആളെന്നൊന്നുമില്ല. ആര് വേണമെങ്കിലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പുഴുത്തത് അച്ഛനെയും അമ്മയും വീട്ടിലിരിക്കുന്നവരെ എല്ലാവരെയും പറയും. അതാണ് ഇപ്പോഴത്തെ ആ ഒരു ഇതെന്ന് പറയുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയ ഇത്രത്തോളം താഴേക്ക് പോകാനുള്ള കാരണവും ഇത്തരത്തിലുള്ള കുറേ മനുഷ്യരാണ്. എന്തിനാണ് ഇങ്ങനെയൊക്കെ? നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ചിലപ്പോൾ കുറച്ച് തൊള്ളിക്കെട്ടി അധികമായിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട നമ്മുടെ അച്ഛനമ്മമാരായാലും സഹോദരങ്ങളായാലും അതെല്ലാം പോട്ടെ, നമ്മുടെ മക്കളുണ്ടെങ്കിൽ നമ്മുടെ മക്കളാണെങ്കിലും അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് അവരെ കാണുമ്പോൾ ചുറ്റുമുള്ളവർ ഈ ഒരു രീതിയിലായിരിക്കും അവരെ വിലയിരുത്തുന്നത്. അതുപോലും മനസ്സിലാക്കാതെ പിന്നെ കുറേ ആളുകളുണ്ട്. അവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വീട്ടിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് 10 പേരിൽ അറിയിച്ച് കണ്ടന്റ് ഉണ്ടാക്കി അതും വിറ്റ് പൈസയാക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ, അങ്ങനെ കുറേ എണ്ണമുണ്ട്. എന്തല്ലേ ഞാൻ പറയുന്ന കറക്റ്റ് കാര്യമല്ലേ? അത് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, നിങ്ങളുടെ പ്രതിഷേധം നിങ്ങൾക്ക് അറിയിക്കാം കമൻറ്റ് ചെയ്തിട്ട്. ഇപ്പോൾ കാണുന്നതാണ്. എന്തെങ്കിലും ഒരു കുടുംബ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ചാനലിൽ വന്നിട്ട് ഒരാൾ ഓപ്പോസിറ്റ് ഭാഗത്ത് നിൽക്കുന്ന ആളിനെ ലൈവിൽ വന്നിട്ട് തെറി വിളിക്കുന്നു. ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അത് കേട്ടിട്ട് ലൈവിൽ വന്നിട്ട് തിരിച്ച് തെറി വിളിക്കുന്നു. അങ്ങനെ പരസ്പരം തെറി വിളിച്ച് പോകുന്നു. എന്നാൽ അത്യാവശ്യം പരദൂഷണവും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന മലയാളികൾ ഈ ഒരു തെറിവിളി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹെഡ്സെറ്റ് വെച്ചെങ്കിൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും കാട്ടിൻ്റെ ഇടയിൽ പോയിരുന്നെങ്കിലും ഇത് കേൾക്കുന്നു. ഇത് കേട്ടിട്ട് അവർക്ക് ഏണിങ്സ് കിട്ടുന്നു. അവർ വിളിക്കുന്ന പുഴുത്ത അപരാധം കേട്ടിട്ട് നാട്ടുകാർ കേൾക്കുന്നത് കൊണ്ട് അവർക്ക് പൈസ കിട്ടുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തല്ലേ, എന്തൊരു കാര്യമാണ്, എന്ത് ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്ന് ഒന്ന് ഓർത്ത് നോക്കൂ. അതാണ് ഇവിടെ നടക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ. പിന്നെ വേറെ ചില ആളുകൾ, അത് ശരിക്കും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. വേറെ ചില വ്യക്തികൾ, ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. പേരെടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേരുടെ പേര് പറയേണ്ടി വരും. എനിക്ക് അങ്ങനെ പേര് പറയാൻ താല്പര്യം കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ചെറിയ മക്കളെ തെറി പറഞ്ഞ് ആശ്വാസം കണ്ടെത്തുന്ന കുറേ ആളുകളുണ്ട്. പക്ഷേ അവർ കുറച്ച് ഡേഞ്ചറാണ്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇപ്പോൾ ഈ ഞാൻ പറയുന്ന ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ചൈൽഡ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട അധികാരികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അത്തരത്തിലുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് വളരെ നല്ല ഒരു കാര്യമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങൾ എന്ത് വേണേലും കരിവാരി തേച്ചോളൂ. അത് നിങ്ങളുടെ, അതായത് നിങ്ങളുടെ നിലവാരമാണ് അതുവഴി നിങ്ങൾ കാണിക്കുന്നത്.
സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ചെറിയ മക്കളെ, കൊച്ചു മക്കളെ വന്നിട്ട് അനാവശ്യം പറയുക, എന്തും പറയുക, അതൊരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അത് പക്ഷേ അതിനെ പറ്റിയിട്ട് നമ്മൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനാണിപ്പോൾ ചോദ്യം ചെയ്യുന്നതെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എൻ്റെ അച്ഛനെയും അപ്പൂപ്പനെയും, കുഴിമാടത്തിൽ കിടക്കുന്ന അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പനെയും, നിലവിലുള്ള എൻ്റെ അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും എൻ്റെ മക്കളെ വരെ വേണേൽ എന്ത് തെമ്മാടിത്തരവും വിളിച്ച് പറയും. അതിലാണ് അവർ വിജയിക്കുന്നത്. ശരിക്കും അവരുടെ മുന്നിൽ വന്നിട്ട് തെറി വിളിച്ച് ജയിക്കാൻ പാടില്ലാത്തതുകൊണ്ട് പലരും അങ്ങ് വേണ്ടാന്ന് വയ്ക്കും. ശരിക്കും പറയുകയാണെങ്കിൽ ഈ തെറിയെന്ന് പറയുന്ന സാധനം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ പറയുന്ന എനിക്ക് നന്നായിട്ട് പറയാനറിയാം. പക്ഷേ അത് പറയേണ്ട സ്ഥലം സോഷ്യൽ മീഡിയ അല്ല. അതേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നമ്മൾ പറയാൻ പാടില്ല. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ 2 തെറി വിളിക്കാം, ഒരു കുഴപ്പമില്ല, ആരും കേൾക്കുന്നില്ല. അത് നമ്മളെ അറിയുന്നുള്ളൂ. പക്ഷേ അതുപോലെയല്ല സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും നമ്മളെപ്പോലെ കൂതറ സെറ്റപ്പൊന്നും അല്ല. വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന, തൊലിക്കട്ടി കുറവുള്ള ആളുകളുണ്ട്. അവർക്കത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. എന്നാൽ കുറേ ആളുകൾ പറയും, അങ്ങനെയുള്ള ആളുകൾ എന്തിനാണ് ഈ തെറി കേൾക്കാനായിട്ട് വീഡിയോ ഓൺ ചെയ്യുന്നതെന്ന്. വീഡിയോ ഓൺ ചെയ്യേണ്ട, നമ്മളിങ്ങനെ നീക്കി പോകുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള തെറിവിളി അഭിഷേകങ്ങളൊക്കെ കയറി വരില്ലേ. ചെറിയ കുട്ടികൾ വരെ ഇത് കാണുന്നുള്ള ബോധം പോലും ഇല്ല ഇത്തരക്കാർക്ക്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിൽ കൊച്ചുകുട്ടികളെ പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്, വലിയവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. കൊച്ചുകുട്ടികളെ തോന്നിയാസം പറയുന്നത് അത് ആരാണെങ്കിലും, ഇന്നത്തെ കാലത്ത് നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചൈൽഡ് ലൈനുമായിട്ട് ബന്ധപ്പെടുന്ന നമ്പറുകളൊക്കെ കിട്ടും. ആ ഒരു കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അത്തരക്കാരെ അറിയിക്കുക. അത് ഏത് ചാനലുകാരാണ് കൊച്ചു കുട്ടികളെ അനാവശ്യം പറയുന്നതെന്ന് വെച്ചാൽ ചൈൽഡ് ലൈൻകാരെ അറിയിക്കുക. അവർക്കെതിരെ കേസെടുക്കുക തന്നെ വേണം. മനസ്സിലായില്ല? അത് പെൺകുട്ടികളെ പറഞ്ഞാലും ആൺകുട്ടികളെ പറഞ്ഞാലും, കുട്ടികൾ ഏതാണോ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണോ അവരെയാണ് പറയുന്നതെങ്കിൽ തീർച്ചയായും അവർക്കെതിരെ കേസെടുക്കണം. അത് ഏത് ഉന്നതത്തിലുള്ള ആളായാൽ പോലും, അത് പെണ്ണായാലും ആണായാലും ആരായാലും. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഞാൻ കേട്ട ഒരു യൂട്യൂബറുണ്ട്, നമ്മുടെ അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അവർക്കൊരു ചെറിയ കുട്ടിയുണ്ട്, ഒരു പെൺകുട്ടിയാണ്, 11-12 വയസ്സിനകത്ത് മാത്രമേ പ്രായമുള്ളൂ. കുട്ടി ചെറിയൊരു ഓട്ടിസം പോലെ ഉണ്ടെന്ന് തോന്നുന്നു ആ കുഞ്ഞിന്. ആ കുഞ്ഞും അമ്മയും കൂടി, അമ്മ പാട്ട് വെച്ച് കൊടുക്കുകയും കുഞ്ഞ് ഡാൻസ് ചെയ്യുക, അങ്ങനെ ഏതാണ്ട് ചെയ്തു. അപ്പോൾ ആ സമയത്ത് കുഞ്ഞിൻ്റെ ശരീരഭാഗങ്ങൾ, സാധാരണ പെൺകുട്ടികൾക്ക്, അത് ഏത് പെൺകുട്ടിക്കായാലും ശരി തന്നെ, കുറച്ച് ശരീരമൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അവർ ഒന്ന് ചാടയോ തുള്ളിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു വൈബ്രേഷൻ ശരീരത്തുണ്ടാവും. അത് കണ്ടിട്ട് ആ കുട്ടിയുടെ അമ്മയെ തീരെ തെറി വിളിക്കുകയാണ്. ആ കുട്ടിക്ക് ആ വസ്ത്രം വാങ്ങിച്ചു കൊടുത്തൂടെ, ഈ വസ്ത്രം വാങ്ങിച്ചു കൊടുത്തൂടെ, തുള്ളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്, അത് മറ്റൊരു പുതിയ യൂട്യൂബ് ചാനലിന് ഉടമയായിട്ടുള്ള ഒരു സ്ത്രീ. അതിൻ്റെ ആവശ്യം എന്താണ്? അവർക്ക് അവരുടെ കുട്ടിയുടെ കാര്യം മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിയുടെ ആവശ്യം മാത്രമേ പറയേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ വന്നിട്ട് അർമാദിക്കേണ്ട കാര്യമില്ല. ഈ പറയുന്ന സ്ത്രീയുടെ ഫോൺ നമ്പർ ഒപ്പിക്കുക. അതിനുശേഷം അത്രയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരുടെ ഫോൺ നമ്പർ കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം നേരിട്ട് അവരോട് പറയുക, ചേച്ചി ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പബ്ലിക്കിൽ ഇങ്ങനെ തുള്ളിക്കുന്ന സമയത്ത് അവർക്ക് ഇന്ന സംഭവങ്ങൾ ചെയ്തു കൊടുക്കണം, അതൊരു മോശമാണ് എന്ന് പറഞ്ഞിട്ട് മാന്യമായിട്ട് അവരോട് സംസാരിക്കുക. അതല്ലേ മര്യാദ. അല്ലാതെ ആ കുഞ്ഞിനെ പോലും അപമാനിക്കുന്ന തരത്തിൽ സംസാരിക്കുന്നത് ശരിയല്ല. അങ്ങനെ ഇത് ഇവരെ ആര് റിയാക്ട് ചെയ്താലും അവർ പൂരത്തെറി വിളിച്ച് അവരെ ഓടിക്കുന്ന ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഹണിറോസിൻ്റെ ഒരു സംഭവം വന്നതോടുകൂടി 2025 ഇവിടെ പോലീസുകാരൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ പറയുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ആരും മറക്കാതിരിക്കുക. ഇപ്പോൾ ഓൾറെഡി ഹണിറോസിനെതിരെ കമൻറ്റ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും, ആര് കമൻറ്റ് ചെയ്താലും അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അവരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് സാധാരണക്കാരിലും ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാം. അതുകൊണ്ട് ഈ അനാവശ്യ കമൻറ്റ് ചെയ്യുന്ന സഹോദരങ്ങളുണ്ടെങ്കിൽ അവരോട് ഒന്ന് ശ്രദ്ധിക്കുക. ചിലർക്ക് കമൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വൈബാണ്. അവർക്കൊരു 10 തെറി, എത്ര നല്ല ചാനലിൻ്റെ അടിയിൽ ചെന്നിട്ടും 10 തെറി വിളിച്ചില്ലെങ്കിൽ അവർക്ക് ആശ്വാസം കിട്ടില്ല. അപ്പോൾ അത്തരക്കാർക്ക് കൂടി വേണ്ടിയിട്ട് പറയുന്നതാണ്. പിന്നീട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, കൊച്ചു കുട്ടികളുടെ കാര്യം. അങ്ങനെ ഈ ഒരു വിഷയം വെച്ചിട്ട് മറ്റൊരു ചാനലിലുള്ള ഒരു പെൺകുട്ടി
വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെനിക്ക് തോന്നുന്നു 2-3 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ 3-4 വയസ്സുള്ള ചെറിയ മക്കളാണ്. ആ കുഞ്ഞുങ്ങളെ പറ്റി പോലും എന്താ ഇത്രയും പ്രായം കുറഞ്ഞ കുഞ്ഞു മക്കളെ 45 വയസ്സുകാരന് വിവാഹം കഴിച്ചു കൊടുക്കുന്നോ അങ്ങനെ ഏതാണ്ടൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന സ്ത്രീ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേക്കുറിച്ച് ഈ രഞ്ജു എന്നാണ് ആ യൂട്യൂബറിൻ്റെ പേര്. പിന്നെ ചിലരൊക്കെ അവർ നൈറ്റ് ചേച്ചി എന്ന് വിളിച്ചിട്ടൊക്കെ സംബോധന ചെയ്യാറുണ്ട്. നൈറ്റ് ചേച്ചി എന്ന് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നൈറ്റ് വളരെ നല്ല വേഷം തന്നെയാണ്. വീട്ടിലിടാൻ ഏറ്റവും കംഫർട്ടായിട്ടുള്ള വേഷം എന്ന് പറഞ്ഞാൽ നൈറ്റ് തന്നെയാണ്. ആ ഒരു കാര്യത്തിൽ തർക്കമില്ല. ഞാനൊക്കെ കൂടുതലും വീട്ടിൽ ചുരിദാറാണ് ഇടുന്നത്. പക്ഷെ ഭയങ്കര ചൂടാണ്. പക്ഷെ നമ്മൾ ഇട്ട് ശീലിച്ച് പോയതുകൊണ്ട് ഇടുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ നൈറ്റ് ചേച്ചി എന്ന് വിളിച്ചാണ് നമ്മുടെ രഞ്ജുവിനെ അഭിസംബോധന ചെയ്യുന്നത് പലരും. അപ്പോൾ രഞ്ജു ഇട്ട വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അവരുടെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ തീരെ കുഞ്ഞു മക്കളാണ്. ആ കുഞ്ഞു മക്കളെ 45 വയസ്സുകാരനോ മറ്റോ വിവാഹം കഴിച്ച് കൊടുക്കൂ എന്നങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരാകെ സങ്കടത്തോടു കൂടി വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പറയുന്ന ആരാണെങ്കിലും ഏത് സഹോദരിമാരാണെങ്കിലും കുട്ടികളെ പറഞ്ഞ് കളിക്കരുത്. അതെനിക്ക് പറയാനുള്ളൊരു കാര്യമാണ്. കുട്ടികളെ പറഞ്ഞ് നിങ്ങൾ കളിക്കരുത്. അത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. കുട്ടികളെ പറഞ്ഞ് കളിക്കുകയാണെങ്കിൽ ചൈൽഡ് ലൈനുകാരോടാണ് ഞാൻ പറയാനുള്ളത്. ചൈൽഡ് ലൈൻകാർ ഇത് സ്വമേധയാ കേസെടുക്കണം. അത് ഇനി ഏത് യൂട്യൂബർമാരായാലും എത്ര കോടി കെട്ടിയ യൂട്യൂബർമാരായാലും കുട്ടികളെ ആര് പറഞ്ഞാലും അത് വെറുതെ വിടരുത്. അവർക്കെതിരെ കർശനമായ നിയന്ത്രണം ഉണ്ടായിരിക്കണം. അവരെ നല്ല രീതിയിൽ അവരെ ശിക്ഷിക്കുക തന്നെ വേണം. മാതൃകപരമായിട്ട് ശിക്ഷിക്കുക തന്നെ വേണം. പിന്നെ യൂട്യൂബിൽ കിടന്ന് തെറി വിളിക്കുന്നത് അത് ഓരോരുത്തരും അവരവരുടെ രീതിയാണ് അവർ കാണിക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ വന്ന് വീഡിയോ ഇടുമ്പോഴത്തേക്ക് തന്നെ ഈ പുള്ളിക്കാരത്തി എന്നല്ല, ഇതുപോലെയുള്ള മറ്റുള്ളവർ വന്നിട്ട് പറയും, പെണ്ണുമുള്ള, തടിച്ചി, മൊട്ടത്തലച്ചി, തള്ളച്ചി, അമ്മച്ചി, ഇന്നണക്കൊക്കെ പറഞ്ഞു. അവളെ അച്ഛൻ, അമ്മ, അമ്മൂമ്മ, അപ്പൂപ്പൻ, ഡീഷ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പറയുന്നത്. അത് പറഞ്ഞോട്ടെ, എന്ത് വേണേലും പറഞ്ഞോട്ടെ. കാരണം അവരുടേതായിട്ടുള്ള സംസ്കാരമാണ് അവർ പുറത്ത് വന്നിട്ട് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരോടൊന്നും ഒന്നും പറയാനില്ല. അവരെന്ത് വേണേലും പറയട്ടെ, അതിലൊന്നും എനിക്കൊരു വിഷയമില്ല. ഞാനീ പറയുന്ന അവർക്കും മക്കളൊക്കെ ഉണ്ട്. ഈ പറയുന്നത് പോലെയുള്ള സംസ്കാരമില്ലാത്ത വാക്കുകൾ ഇവർ സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന കുട്ടികളും അത് അനുകരിക്കാൻ ശ്രമിക്കും. ഇന്ന് ചിലപ്പോൾ അവർ സൈലൻ്റ് ആയിട്ടിരിക്കും കൊച്ചു കുട്ടികളായതുകൊണ്ട്. പക്ഷെ നാളെ അവർക്കും അത്തരത്തിലുള്ള ഒരു സംസ്കാരം മാത്രമായിരിക്കും അവർക്കും ഉണ്ടാവുക. കേട്ടിട്ടില്ലേ, മദ്യപാനിയുടെ മകൻ മദ്യപാനിയായിട്ടായിരിക്കും ജീവിക്കുന്നതെന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ ആവണം എന്നൊന്നുമില്ല, എന്നാലും അങ്ങനെ ഒരു വൈപ്പുണ്ട്. അപ്പോൾ എന്നാൽ ഈ പറയുന്ന സ്ത്രീ കേട്ടിട്ട് ചിലപ്പോൾ പറയും, എൻ്റെ മകൾ എങ്ങനെയായാലും നിനക്കെന്തുവാടി, നീയാണടി കാര്യം നോക്കുന്നത്, അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമായിരിക്കും. അതെന്തെങ്കിലും ആവട്ടെ. കുട്ടികൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനൊരു അമ്മയാണ് എന്ന് കരുതിയിട്ട് എൻ്റെ കുട്ടികളുടെ നേർക്ക് എനിക്ക് ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാവണം. അതായത് ചില കാര്യങ്ങളിലൊക്കെ എനിക്ക് എൻ്റെ മക്കളെ നിയന്ത്രിക്കാൻ പറ്റും. പക്ഷേ അത് ഓവറായിട്ട് പറ്റില്ല. ഞാൻ എൻ്റെ മക്കളെ 2 എണ്ണം നല്ല രീതിയിൽ പൊട്ടിക്കുകയാണെങ്കിൽ അത് എൻ്റെ പേരിൽ കേസാവും. അതാണ് ഇന്നത്തെ കാലം. എൻ്റെ മക്കളെ ഞാൻ നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞ് അവർ നല്ല രീതിയിൽ കരഞ്ഞ് വിഷമിക്കുകയാണെങ്കിൽ അത് ഒരു അധികാര പരിധിയിലുള്ള, അതായത് ഒരു പോലീസ് ഓഫീസറിൻ്റെയോ മറ്റോ ശ്രദ്ധയിൽ പെടുകയാണെങ്കിൽ, ഒരു ചൈൽഡ് ലൈൻ്റെ എങ്ങനെ ശ്രദ്ധയിൽ പെടുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ പേരിൽ കേസുണ്ടാവും. ആ ഒരു കാര്യത്തിലൊന്നും ഒരു തർക്കവും ഇല്ല. അത് പണ്ടായിപ്പോയി. അച്ഛനും അമ്മയ്ക്കും വട്ടം വരച്ച് നിർത്തിയിട്ട് മക്കളെ അതിനുള്ളിൽ കയറ്റി തല്ലി പഠിപ്പിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമൊക്കെ പണ്ടായിപ്പോയി. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ അധ്യാപകർക്ക് പോലും കുട്ടികളെ തല്ലാൻ പാടില്ല. അങ്ങനത്തെ ഒരു കാലമാണ് ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് കൊച്ചു കുട്ടികളെ പറഞ്ഞ് ആരും കളിക്കരുത്. അതൊട്ടും നല്ലതിനല്ല. കുട്ടികളെ പറഞ്ഞ് കളിക്കുകയേ ചെയ്യരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. കുട്ടികളെ പറഞ്ഞ് കളിച്ചു കഴിഞ്ഞാൽ ചൈൽഡ് ലൈൻകാരുടെ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണം. അത് ആരായാലും ചെയ്യണം. ചെയ്തതിന് ശേഷം അത് വേണ്ടുന്ന രേഖകളും കാര്യങ്ങളും ഒക്കെ ഇന്ന ആൾ ഇന്ന ചാനലിൽ ഇന്നതുപോലെ കുട്ടികളെ പറഞ്ഞിട്ടുണ്ട് എന്ന് അറിയിച്ച് അവർക്കെതിരെ കർശനമായ നടപടികൾ എടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ പറയാനുള്ള അധികാരം ആർക്കുമില്ല. നിങ്ങൾ വലിയൊരു തമ്മിൽ എന്ത് വേണേലും അയക്കോ, വലിയവർ തമ്മിൽ തെറി വിളിക്കുക, അധിക്ഷേപം വിളിക്കുക. കാരണം നിങ്ങളെ എന്ന് നിയന്ത്രിക്കാൻ ആർക്കും പറ്റില്ല. നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയില്ല. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പോകുമ്പോൾ ആരെല്ലാം എന്തെല്ലാം മോശം പറയും എന്നുള്ള കാര്യം. പക്ഷേ നിങ്ങൾ അവിടെയുള്ള നിങ്ങളുടെ ചെറിയ ചെറിയ ശരികൾ മാത്രമാണ് നിങ്ങൾ എടുത്ത് കാട്ടുന്നത്. പക്ഷേ ആ ശരികളുടെ പിറകിൽ നിങ്ങൾ പറയുന്ന തെറ്റുകൾ നിങ്ങൾ മനഃപൂർവ്വം മറന്നു കളയുക ചെയ്യുന്നത്. ഇത്തിരി ഒരു ശരിക്ക് വേണ്ടിയിട്ട് എത്രയും വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ ഭാഷയെ തന്നെയാണ് പറയുന്നത്, അല്ലാതെ മറ്റൊന്നിനെയല്ല. ഇതുപോലെ തെറി വിളിക്കുന്ന ഒരാളുണ്ട് നമ്മുടെ മുന്നിൽ, നമ്മുടെ ഷെഫീന ഇത്ത എന്ന് പറയും.
ഇത്താന്ന് പറയേണ്ട കാര്യമില്ല എനിക്ക്, കാരണം എന്നെക്കാളും പ്രായം കുറവ്, എനിക്ക് 40 വയസ്സ് പ്രായമുണ്ട്. അവരുടെ ഏജ് എനിക്കറിയില്ല. പക്ഷേ ഷെഫീന ബീഗം എന്ന് പറയുന്ന ആ ഒരു ഇത്താന്ന് പറയുന്നത് ബഹുമാനം കൊണ്ടാട്ടോ. അവർ അത്യാവശ്യം നല്ല രീതിയിൽ തെറി വിളിക്കും. എൻ്റെ പൊന്നോ, അവരുടെ തെറിക്ക് മുന്നിലൊന്നും ആർക്കും നിൽക്കാൻ പറ്റില്ല. അതിൽ തെറി അവർ വിളിക്കും. പക്ഷേ അവരങ്ങനെ തെറി വിളിച്ചാലും അവർക്ക് നല്ല നിലപാടുകളുണ്ട്. അവർക്ക് പല വ്യക്തമായിട്ടുള്ള നിലപാടുകളും ഉണ്ട്. അവർ പ്രതികരിക്കേണ്ട സ്ഥാനത്ത് പ്രതികരിക്കുക തന്നെ ചെയ്യും. ഏത് വിഷയത്തിലും തലയിടും. എനിക്ക് ശരിക്കും അതുകൊണ്ട് അവരോട് ബഹുമാനമുണ്ട്. സത്യം പറയുകയാണെങ്കിൽ അവർ തെറി വിളിക്കുന്ന ആ തെറികളോട് എനിക്ക് ബഹുമാനമില്ല. പക്ഷേ എനിക്ക് അവരുടെ പ്രത്യേകതര ഒരു ക്യാരക്ടറുണ്ട് അവർക്ക്. അവരുടേതായിട്ടുള്ള ഒരു നിലവാരമുണ്ട് അവർക്ക്. ആ ഒരു നിലവാരത്തെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. അത് പറയാൻ നിവൃത്തിയില്ല. പക്ഷേ എന്ന് കരുതിയിട്ട് ഈ കിടന്ന് തെറി വിളിക്കുന്ന ആർക്കും അവരുടെ നിലവാരം ഞാൻ ആരിലും കാണുന്നില്ല. ചുമ്മാ കുറേ എണ്ണം ചുമ്മാ കിടന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അത് പറയുമ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചുമ്മാ കിടന്ന് തെറി വിളിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടൊന്നും മനസ്സിലാവുന്നില്ല. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞതുപോലെ വെറുതെ കിടന്ന് തെറി വിളിക്കുന്നു. അവിടെയാണ് ഞാൻ പറയുന്നത് ഈ പറയുന്ന ഷെഫീന ബീഗത്തിൻ്റെ കാര്യം പറയുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തമായ നിലപാടുകളുണ്ട്. ഒരു സ്ത്രീകൾക്കൊരു വിഷയം വരികയാണെങ്കിൽ അവരതിൽ ഇടപെടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ കാര്യം അങ്ങ് വിട്ടേക്കുക. പക്ഷെ അതുപോലെയല്ല മറ്റു പലരും വെറുതെ ഒരു സബ്ജക്റ്റ് ഉണ്ടാക്കുന്നു, തെറി വിളിക്കുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇവരുടെ തെറിവിളി കാരണം പലരും പറയാറുണ്ട്, യൂട്യൂബ് തുറന്ന് നോക്കണ്ട, കുറേ എണ്ണം വന്നിരുന്ന് തെറി വിളിക്കുമെന്ന്. എന്താ അല്ലേ? നിങ്ങൾ തെറി വിളിച്ചോ? നിങ്ങൾ ആസ്വദിച്ച് തെറി വിളിച്ചോ? നിങ്ങളോട് തെറി വിളിക്കേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞാലും നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും അടുത്തൊരു വീഡിയോ അല്ലെങ്കിൽ ഇന്നത്തെ ലൈവ് എന്നെ തെറി വിളിച്ചുകൊണ്ട് തന്നെയായിരിക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നതും. പക്ഷേ എനിക്ക് പറയാതിരിക്കേണ്ട പറയാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നിങ്ങളോട് എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നിങ്ങളോട് മാത്രമല്ല, നിങ്ങളെപ്പോലുള്ള മറ്റുള്ളവരോടുമായിട്ട് എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ ആരെ വേണേലും പറഞ്ഞോ, പക്ഷേ പിഞ്ചു കുഞ്ഞുങ്ങളെ മാത്രം തൊട്ട് കളിക്കരുത്. കുഞ്ഞുങ്ങളെ തൊട്ട് കളിച്ചാൽ കളി മാറും കേട്ടോ. ആ ഒരു കാര്യത്തിൽ തർക്കിക്കേണ്ട. കുഞ്ഞുങ്ങളെ തൊട്ട് കളിച്ചാൽ കളി മാറും. കാരണം കുഞ്ഞുങ്ങൾക്കെതിരെ ഒരുപാട് പേരുണ്ട് അവർക്ക് കുഞ്ഞുങ്ങളെ തൊട്ട് കളിക്കുകയാണെങ്കിൽ പ്രതികരിക്കാനായിട്ട്. അതിന് ആരുടെയും പിറകെ പോവെന്നും വേണ്ട. ഒരു ഫോൺ കോളിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ആർക്ക് വേണമെങ്കിലും കിട്ടത്തക്കതേ ഉള്ളൂ ചൈൽഡ് ലൈനിൻ്റെയൊക്കെ ഫോൺ നമ്പർ. അതിന് ആരും എങ്ങും പോയി പറയേണ്ട ആവശ്യമൊന്നുമില്ല. സൈബർ സെല്ലിനെ അറിയിക്കാനും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. കുട്ടികളെ പറ്റി ആരും പറയണ്ട, ആരുടെയും മക്കളെ പറ്റി ആരും പറയണ്ട. ഈ പറയുന്ന മറ്റുള്ളവരെ തെറി വിളിക്കുന്ന ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവർക്കും ഉണ്ട് കുട്ടി. അവരുടെ കുട്ടിയെയും ആരും പറയണ്ട. അവരുടെ കുട്ടിയെ പറയാനും ആർക്കും അധികാരമില്ല. കുട്ടികൾ ആരുടേതാണെങ്കിലും കുട്ടി തന്നെയാണ്. കേട്ടിട്ടില്ലേ, മൂർഖം പാമ്പിൻ്റെ കുഞ്ഞ് തന്നെയാണെന്ന്? അതുപോലെ തന്നെയാണ് അവരുടെ കുട്ടിയും കുട്ടിയാണ്. അവരുടെ കുട്ടികളെയും ആരും പറയണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ടായിക്കൊള്ളണം. അല്ലാതെ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് ആരും പറയാൻ നിൽക്കരുത്. അതൊട്ടും മര്യാദ ആയിട്ടുള്ള കാര്യമല്ല. അങ്ങനെ ചെയ്യുന്നവർക്ക് പിന്നാലെ നല്ല പണി വരിക തന്നെ ചെയ്യും. അങ്ങനെ പണി വരാത്തത് കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ കുറേ എണ്ണം പൊളയുന്നത്. അങ്ങനെ പൊളയണ്ട. കുഞ്ഞുങ്ങളെ പറഞ്ഞിട്ട് പൊളയണ്ട. അല്ലാതെ നിങ്ങൾ വലിയൊരു തമ്മിൽ എന്ത് വേണേലും കാട്ടിക്കൂട്ടിക്കോ. കാരണം നിങ്ങളെ എന്ന് നിയന്ത്രിക്കാൻ നമ്മൾ ആരും വിചാരിച്ചാൽ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് കാട്ടിക്കൂട്ടിയാലും, പക്ഷേ കുട്ടികളെ വിട്ടിട്ട് നിങ്ങൾ വലിയൊരു തമ്മിൽ കിടന്ന് യുദ്ധം ചെയ്യും. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങൾക്ക് തൊലിക്കെട്ടി കൂടുതലുള്ളതുകൊണ്ടല്ലേ നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതായിക്കോ. പക്ഷേ കുട്ടികളെ വിട്ടുപിടിക്കൂ. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എനിക്ക് നിങ്ങളോട് ആരോടും ഒരു വിരോധം ഉണ്ടായിട്ടല്ല ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ പറ്റി പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് വീഡിയോ ചെയ്തത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. പിന്നെ യൂട്യൂബിൽ വന്നിട്ട് ഞാൻ ആരെയും പക്ഷം പറഞ്ഞൊന്നും വീഡിയോ ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് ശരിയാണെന്ന് തോന്നുന്നതായിരിക്കും ഞാൻ പറയുന്നത്. ശരിക്കും നിങ്ങൾ ചെയ്യുന്ന വളരെ തെറ്റാണ്. ആരുടെയും കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പാടില്ല. നമ്മൾ എത്ര ശത്രുതയുണ്ടെങ്കിലും കുഞ്ഞുങ്ങളെ വിട്ടിട്ട് മാത്രം നമ്മൾ സംസാരിക്കുക. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കാം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു പൊരുത്തക്കേടുള്ളതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ബൈ.